ഭഗവതിയുടെ അമ്പലത്തിൽ വന്ന് മുരുകനെ വിളിക്കേ. ഇതെന്താ കഥ? ആ തെച്ചിക്കാട്ടിലെ അമ്മയ്ക്ക് ഭ്രാന്താണോ? അല്ല, വട്ട. ഓഹോ. തെച്ചിക്കാട്ടിലെ യശോദരമ്മ എന്ന് പറഞ്ഞ അതൊരു സംഭവ. എന്ന് വെച്ചാൽ തെച്ചിക്കാട്ടിലെ അച്യുതൻകുട്ടിയുടെ ചെറിയമ്മയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചാ എന്താ പറയാ? അല്ല, എന്താ പറയാ? വട്ട് അല്ല, ഒരു തരം ഭ്രാന്ത്. ആരാണ്ട തള്ളക്ക് ഭ്രാന്തളകിയ കാണാൻ നല്ല ചേലാന്ന് പറയരുത് മോനെ. മനസ്സിലേടെ പട്ടി. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാരാമ രാമ ശ്രീരാമ രാമ രാമ. എന്റെ അമ്മ ഒന്ന് പതുക്കെ. എന്നും രാവിലെ ഇരുന്ന് പാടിക്കോളൂ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എടീ ഭദ്രേ, ചായ പേപ്പറും. ഓ, തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി ഇന്ന് ഇത്തിരി നേരത്തെയാണല്ലോ. എവിടേക്കാ അമ്മൂമ്മേ? പുറത്തെ എണ്ണയിലിരുന്ന അത്തിരി ഇളവയില് കിട്ടും. ഞാൻ പിടിക്കാം. ഉമ്മറത്തേക്ക് പോണെങ്കി എന്നെ വിളിക്കാറുന്നില്ലേ? എവിടെയെങ്കിലും തപ്പിത്തടഞ്ഞ് വീണാലോ? നിന്നെ എന്തിനൊക്കെയാ വിളിക്കുക? ഇവിടുത്തെ ഒരു ചോട് പണി കഴിഞ്ഞിട്ട് വേണ്ടേ നിനക്ക് പണി സ്ഥലത്തേക്ക് എത്താൻ? അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാ ഇടവപ്പായി തുടങ്ങി ഭൂമി തണുത്തു വെച്ചാ പിന്നെ തുടങ്ങായി രാവിലെ എണ്ണ തേച്ചു കുളി കഴിഞ്ഞാ പിന്നെ നവധാന്യ കഞ്ഞിയാണ്. എന്ന് വെച്ചാ 9 തരം ധാന്യങ്ങളിട്ട് തയ്യാറാക്കണേ. ഉണ്ണണ നേരാവണവരെ അവനുള്ളിൽ കിടക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളൊക്കെ മരിച്ചത് നന്നായി. അല്ലെങ്കിൽ ക്ഷീണകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ചായ. ഉമ്മറത്തേക്ക് ചായ കൊണ്ടുവരുമ്പം ആരൊക്കെ ഉണ്ട് അവിടെ എന്ന് അറിയണം. ഇതിപ്പോ ഗോപാലനായോണ്ട് കുഴപ്പമില്ല. ചായ ആണെങ്കിൽ വെറുതെ ഒന്ന് കുടിക്കാം. അങ്ങനെ വെറുതെ കുടിക്കാൻ നല്ലത് പച്ചവെള്ള. ആർക്കും ബുദ്ധിമുട്ടില്ല. എന്ത് ചായടി ഇത്? ഒട്ടും മുഴുപ്പില്ല പാലിന്. അതെ വല്യമ്മേ, ചായ ഉണ്ടാക്കാൻ വല്യമ്മയുടെ അത്ര ഇവിടെ ആരും പോരില്ല. ഞാൻ വളരെ മോശ. അത് അവളൊന്നു വെച്ചതാ. എനിക്ക് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടേന്ന് അതിന്റെ ധ്വനി. അല്ല, സത്യത്തിൽ എന്തിനാ ഇവിടെ വന്ന് കൂടണത്? ഭാഗം വെപ്പും വേർതിരിക്കലും ഒക്കെ കഴിഞ്ഞല്ലേ? എന്റെ അമ്മയെ ഉടപ്പറന്ന കുട്ടികളും എങ്ങനെ കഴിയുന്നു എന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണ്ടോ? ഓഹോ, അപ്പൊ ചെക്കിങ്ങിന് വരുന്നതാണ്. സദ്ദാം ഹുസൈൻ ഒരു നിരന്തര ശല്യക്കാരൻ. ജോർജ് ബുഷ്. ഹലോ. അല്ല, ഭാമ ഉണ്ടായിരുന്നോ? ഇന്നലെ പോയില്ലോ. ആ, ഹോസ്റ്റലിൽ വിളിച്ചു നോക്കൂ. ശരി ശരി, വെക്കട്ടെ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ. യശോദരെ, എന്താ നീ കാട്ടണേ? ആരാ നിന്നോട് പറഞ്ഞേ കുളത്തിൽ പോയി മുങ്ങാൻ? ഒരു വിളി വന്നു. പഴനിമലയിന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യൻ. 31 നാൾ വ്രതം. എന്നിട്ട് മല കയറി ചെന്ന് ദർശനം. ഹരഹരോ ഹരഹര. എവിടെയെങ്കിലും പോയി അടങ്ങിയിരുന്നോണം. ഒന്നും കൊണ്ടുപോയി കിണറ്റി കൊണ്ടിടരുത്. അച്ചുമുട്ടിയുടെ കയ്യിന്ന് കഴിഞ്ഞോണ കിട്ടിയ ഓർമ്മയുണ്ടല്ലോ. അവർ ഞാനൊരു സമ്മാനപ്പൊതി വെച്ചിട്ടുണ്ട്. കാർക്കോടകൻ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. എന്റെ ഹരവരപ്പാ, ഇവളെ കൊണ്ട് അക്കൂസ് വെള്ളം വെക്കുമ്പോ പാത്രം നിറയെ വെച്ചൂടെ? നഴ്സമ്മോട് ഉണ്ടായിരുന്നോ? കുളിമുറി ചൂടുവെള്ളം വേണം. എന്റെ ഷർട്ട് മുണ്ട് ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടോ? രാവിലെ തൃശ്ശൂർക്ക് പോണം. ഇതിനെല്ലാം ഞാൻ ഒരുത്തില്ലേ ഉള്ളൂ ഇവിടെ. നിനക്ക് 2 ദാസികളെ ശമ്പളത്തിന് വെക്കാൻ ഞാൻ. ഷർട്ടും മുണ്ടും നല്ല വാടി പോലെ കിട്ടിയില്ലെങ്കിൽ എന്റെ വായിന്ന് കേൾക്കുന്നീ. ഇന്ന് ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതാ. അവിടെ എരപ്പ വേഷത്തിൽ ചെന്ന് കയറാൻ പറ്റില്ല. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവനും കൂടി ഇവിടുന്ന് കപ്പൽ കയറ്റി വിടുന്ന ദിവസം ഈ നാടിന് മോക്ഷം കിട്ടുക. ഭദ്രേ, അന്ന് വല്യമ്മാവൻ കത്തി നിൽക്കണ കാലം പൊന്നാനി താലൂക്കില്. ഭദ്രേ, നീ ഇറങ്ങണില്ലേ? ശാരദ എടുത്തിട്ട് 2 മിനിറ്റ് ബസ് അതിന്റെ പാട്ടിന് പോകൂട്ടോ. ഇപ്പൊ വരാം. ആരാ? ശാരദ. ശാരദയെടത്തി. എന്താ കുട്ടിയെ, ധർമ്മം വീട്ടില്ലേ? ഇല്ല, ഡ്യൂട്ടിയില്ല. കിഴക്കേടത്ത് അമ്പലക്കുളത്തിലൊരു ശവം പൊങ്ങിയിരിക്കണു അത്രേ. അതാരാപ്പാ? എന്നാലേ ഞാൻ അത് നോക്കിട്ട് വരാം. താൻ അവിടെ തന്നെ നിന്നളരുത്. അവിടെ വന്ന് വേഗം പറയണം. എന്റെ കുട്ടി ഒന്ന് വേഗം നടക്ക്, ബസ് പോകൂട്ടോ.
ശാരദാർത്തിയെ അറിയോ? താരാത് പ്രകാശ എന്നെ വന്നു നീ 2 ദിവസമായി. ഇപ്പൊ എവിടെയാ? ബോംബെ തന്നെ. കൂടെയുള്ള ആൾക്ക് എന്നെ ഓർമ്മയുണ്ടാവോ? പിന്നെന്താടോ, ഈ ചെറുവത്താണിയിൽ അന്തസ്സുള്ള ആൺകുട്ടികളൊന്ന് പറയാൻ നീയൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ അന്തസ് വിടാതെ തന്നെയാ ഞാൻ ഒരു കല്യാണാലോചനയുമായിട്ട് തെച്ചിക്കാട്ടി ചെന്നത്. സാമാന്യം കേമായിട്ട് ഒരു കുടുംബം പോറ്റാന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ സമ്മതിച്ചില്ലല്ലോ അച്യുതൻകുട്ടിയേട്ടൻ. എന്തോ കാരണം പറഞ്ഞത് ഞാൻ വായനശാലയുടെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടുവെന്നോ അങ്ങനെ എന്തോ. ഒന്നും പറയണ്ട എന്റെ പ്രകാശ. അതിനുശേഷം എത്ര ആലോചനകളാ ഇവൾക്ക് വന്നത്. ഇങ്ങനൊരു ഏട്ടൻ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. പോട്ടെ ശാരദാർത്തി, ആ. വരട്ടെ. വെറുതെ പറഞ്ഞാട്ടോ, വിഷമിപ്പിക്കാനല്ല. ആ പ്രകാശ, ഭാര്യക്ക് വിശേഷം എന്തെങ്കിലും? വിശേഷത്തിന് 7 മാസമായി. ആഹാ, ശരി എന്നാ. ഈ പറയണതിലും കാര്യമില്ലാതില്ല. അച്യുതൻകുട്ടി വേണ്ടാന്ന് വെച്ചിട്ടും ഓരോ മുട്ടാപ്പോക്ക് പറഞ്ഞ് മുടക്കിയിട്ടും തന്നെയാ നിന്റെ കല്യാണക്കാരി ഇങ്ങനെ നീളണേ. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞൂന്ന് വെക്കാം. തീരുവോ ശാരദയെടുത്ത് ഈ പ്രശ്നങ്ങള്? അപ്പൊ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കാ നീ? ലോകത്തിന്റെ അല്ല, എന്റെ വീടെന്ന് പറയണ 3-4 ലോക രാഷ്ട്രം ഉണ്ടല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളായി പറയണേ. ഭാമ കോഴ്സ് കഴിഞ്ഞ് വരാൻ ഇനിയിപ്പോ അധികമൊന്നുമില്ല. വന്നിട്ട് കാണാം. അവള് നിന്നെ പോലെ പൊട്ടിയാവില്ല. നിന്നെ പോലെ ഒരു കറവ് പശു ആൻ അവള് നിൽക്കുമെന്ന് കണ്ടെന്നെ അറിയണം. സതീശോ, സമയം 9:15 കിഴക്കോട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട്. അതേടാ, മുമ്പിൽ വന്ന് ചാടണ്ട, മോന്ത പൊളിയും. ആ തെച്ചിക്കാട്ടിലെ എക്സ്പ്രസ് ഇടിച്ച് ചത്താലെന്താ ശാരദാർത്തിയെ? മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ദാ, ഒരു പോലീസുകാരന്റെ ഭാര്യയാണെന്നുള്ള ദുരഭിമാനം കൊണ്ട് പറയല്ല. ഈ കയ്യങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ആ വാ. ഭാഗ്യം, നമ്മുടെ സമയത്തിന് അതേ ബസ് വന്നു. ചെറുവത്താണി ചെറുവത്താണി. ഒന്ന് വേഗം ഇറങ്ങി, ഞങ്ങൾക്ക് കേറണം. മോളെ, മോളെ തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാറിന്റെ പെങ്ങളല്ലേ? ഒന്ന് മാറിക്കേ. മോളെ ഒന്ന് ചോദിക്കട്ടെ. എന്താ ഇത്? എനിക്ക് ബസ്സിൽ പോണം. അത്ര വേഗം കേറ്. ഒന്ന് വീടോ, എനിക്ക് പോണം. ഞാൻ കുറെ ദൂരത്ത് വരികയല്ലേ മോളെ. എന്തായി കാണിക്കണം? ഏതായി തള്ള? നിങ്ങൾ കാണിച്ചു. ബസ് പോയി. ആ ബസ് പോട്ടെ, ഇനിയും വരും. തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാർ ഇപ്പൊ എവിടെ ഉണ്ട് മോളെ? അതെ, ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ധർമ്മന്റെ ഭാര്യ ശാരദ. നിങ്ങൾ ആരാ? ആ നായിന്റെ മോനുണ്ടല്ലോ, ഇവളുടെ ആങ്ങള. അവൻ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്ന ഒരു സാധുവാണ് ഞാൻ. എന്റെ മോന് വില്ലേജ് ഓഫീസിൽ ജോലി വാങ്ങി കൊടുക്കാന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ആകണ്ടായിരുന്ന 6.5 സെന്റ് പണയം വെപ്പിച്ചിട്ട് 5000 ഉറുപ്പിക കൊണ്ട് ആ കാലമാടം പോയത്. ഒരാണും തുണയില്ലാത്ത എന്റെ ഗതി എന്താണെന്നറിയോ? ഇപ്പൊ കിടപ്പാടം വിട്ട് നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. അല്ല, അതൊക്കെ ഇപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞിട്ട് എന്താ? പിന്നെ എന്റെ തലോടാണ് പറയേണ്ടത്. ഓടപ്പുറം വന്ന് എച്ചിത്ര ഇവളും കൂടെ അറിയണം. അറിഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. വലിയ പൗരുടെ രാവിലെ തന്നെ സാരിയെ ചുറ്റി ഇറങ്ങണുണ്ടല്ലോ. ഇത്രയും നാളാ തെണ്ടീനെ തപ്പി നടന്നു ഞാൻ. മാഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. വീടും വിലാസവും കിട്ടിയത് ഇപ്പഴാ. ഇനി ഞാൻ അങ്ങോട്ട് വരും. ഭാർഗവേ ശരിക്കും അറിയില്ല നിനക്ക്. വന്ന എന്റെ പൈസയും വെച്ചിട്ടേ ഭാർഗവി പോവൂ. എന്താ പ്രശ്നം? ഒന്നുമില്ല, പയങ്കൊളത്തൊരു മച്ചിക്കേ പേറ്റ് നോവ്. ആ പേരെടുക്കാൻ പോണ്ട കാര്യത്തിനെ പറ്റി പറഞ്ഞതാ. എന്താടാ, നീയും പോരുന്നോ? അല്ല പിന്നെ. പോളിയോ കൊടുക്കാം ഒരു കുട്ടികളെ കൊണ്ട് വരി വരിയാ നിൽക്കുക. ഇങ്ങനെ കൂട്ടം കൂടാൻ കഞ്ചിപ്പകർച്ചയല്ല, ക്യൂ നിൽക്കാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് വാസേട്ടാ. ഞാൻ ലേറ്റാ? ഇല്ല, ഒരാള് പക്ഷെ ഇന്ന് ലേറ്റാ, എത്തിയിട്ടില്ല. വത്സ മാഡം വന്നോ? വന്നിട്ടുണ്ട്. കടന്നല് കുത്തി പോലെ മുഖവും വീർപ്പിച്ച് അകത്തിരിപ്പുണ്ട്. അല്ല, ആയമ്മക്ക് വല്ല ഫൈൽസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. സിസ്റ്റർ, ഭദ്ര വന്നില്ലേ? ഇപ്പോഴെത്തും. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. എപ്പ വരും എന്നല്ല ഞാൻ ചോദിച്ചത്. മാഡം, എന്നെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ പറയണം. മാഡം. ഇഡിയറ്റ്സ്. ഇന്നും ലേറ്റാണല്ലേ? ലൈറ്റ് അല്ല, സ്ട്രോങ്ങാ. ആ നാശം പിടിച്ച സ്ത്രീ കാരണം ബസ്സും കിട്ടിയില്ല. ദൈവമേ, എനിക്ക് ഇന്നും ചീത്ത കേൾക്കാനാണല്ലോ വിധി. ആ വന്നോ?
ചെല്ല് വത്സാമേടം വിളിക്കുന്നുണ്ട്. ചീത്ത വിളിക്കാനല്ലേ? അല്ല, നിനക്കൊരു ടാറ്റ ഇന്ത്യക്ക് വാങ്ങി തരാനാന്ന് തോന്നണേ. അപ്പൊ പിന്നെ സമയത്തിനെങ്കിൽ വരാല്ലോ. പോടി പറ്റി. എന്തു പറ്റി? ബസ് കിട്ടിയില്ല. മാഡത്തിനെ കണ്ടെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വരൂ. അതെ, മാഡത്തിനെ കണ്ട എന്തെങ്കിലും സ്റ്റുപ്പിഡ് എക്സ്ക്യൂസസ് പറഞ്ഞാൽ മതിയല്ലോ. അവർക്ക് ബസ് മിസ്സായി. ഡോക്ടർ അരുണിന് ഡ്യൂട്ടി തുടങ്ങാറായില്ലേ? എനിക്ക് ഇമീഡിയറ്റ് ഇഷ്ടമുള്ള കാര്യമല്ല. സിസ്റ്ററിന് ഇത് എന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. മനസ്സിലായല്ലോ? പോട്ടെ, അവരുടെ നേച്ചർ അറിയാലോ. ആ ഭദ്ര ഇതൊരു പതിവാക്കിയിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മനഃപൂർവ്വം ആകില്ല മാഡം, അതൊരു പാവമാണ്. ഒരു വീടിന്റെ ചുമതല മുഴുവൻ എന്റെ തലയിലാ. എന്നാ പിന്നെ ജോലി രാജിവെച്ച് വീട്ടുപരമായിട്ട് ഇരുന്നാ പോരെ, വെറുതെ മറ്റുള്ളവരെ മെനക്കെടുത്താതെ. ആ വാസു, ആരെങ്കിലും വിളിച്ചാ ഞാൻ ആ മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ DMO ഓഫീസിൽ പോയി എന്ന് പറയണം. മേഡത്തിന്റെ ക്യാമ്പിനെ കുറിച്ച് ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര പേരാ. എന്തൊരു സേവന മനോഭാവം. ഇനിയിപ്പൊ സുഖായില്ലേ? കുറച്ച് ദിവസത്തേക്ക് നഴ്സറിയിലൊന്നും പോണ്ടാലോ. ഇനി ഏട്ടന്റെ കൂടെ അടിപിടി കൂടുമ്പോ സൂക്ഷിക്കണം ട്ടോ. അരുൺ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഒരു പൂപ്പുഞ്ചിരി? ഹേയ്, ഒന്നുമില്ല. പ്രഥമനും പാൽപ്പായസം അകമ്പടിയായി ഒരു സദ്യ കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത് തന്നെ. ലീവ് എടുത്ത് ഒരു ദിവസം ഗുരുവായൂർ വെക്കുള്ളൂ. ഇപ്പൊ കല്യാണങ്ങളുടെ സീസണാ. ഭഗവാനെ തൊഴാം, ഓസിന് എവിടെന്നെങ്കിലും ഞണ്ണുകയും ചെയ്യാം. വിളിച്ചു എന്ന് പറഞ്ഞു. താങ്ക്സ് പറയാൻ. ഭദ്ര പറഞ്ഞ ആ വീട് കിട്ടി. നല്ല ഭംഗിയുള്ള വീട്, വാടകയും അഫോർഡബിൾ. പിന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ഈ നാട് കാണാനും പിന്നെ ഒരു നാട്ടുകാരിയെ കാണാനും. അതിനു മുമ്പെങ്കിലും എനിക്കുള്ള ആൻസർ. എന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഡോക്ടർ. ഒന്നിനുള്ള ഉത്തരവും എനിക്കറിയില്ല. ജയന്തിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവള് കണ്ടുപിടിക്കും മനസ്സിലെന്താണ്. ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള കുട്ടിയാണ് സർ. അത് പങ്കുവയ്ക്കാനൊരാൾ അങ്ങനെ കണ്ടാ മതി. ആ, ഇത് നടന്നാൽ ആ കുട്ടിയുടെ മഹാഭാഗ്യം. നോ, എന്റെ. നിന്നോടാ ചോദിച്ചത്? എന്റെ കണ്ണട എടുത്ത് കിണറ്റി കൊണ്ടുപോയി ഇട്ടോ നീ? എത്ര ചോദിച്ചാലും ഞാൻ ഇല്ലാന്നേ പറയും. തൂണിൽ പിടിച്ചു കെട്ടി ചൂരിൽ മയക്കാൻ അറിയെനിക്ക്. സത്യം പറയാൻ അറിയാലോ. എന്താ അവിടെ? ഈ വീട് മുഴുവൻ പരിധി ഞാൻ എന്റെ കണ്ണട കാണാനില്ല. ഈ മൂദേവി എടുത്ത് കിണറ്റി കൊണ്ടുപോയി ഇട്ടാ. മൂദേവി നിന്റെ അച്ഛൻ. വേണ്ട വലിയമ്മ, തല്ലണ്ട. ഭ്രാന്ത, മുഴു ഭ്രാന്ത്. വലിയ ആശുപത്രി ഉണ്ടാക്കണം. വീട്ടിൽ പൊറിപ്പിക്കാൻ പറ്റൂല. ഇങ്ങ് വാ, ആസ്പത്രി കൊണ്ടുപോയി. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. ഇങ്ങോട്ട് വരെ. എന്തിനാ ചെറിയമ്മ ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കണത്? ഭ്രാന്ത് കുറച്ചുണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയാൻ പാടുവോ മോളെ? വാ. എന്താന്നറിയില്ല, ആ തലച്ചുറ്റിൽ അങ്ങോട്ട് മാറണില്ല. പ്രഷർ ഒന്ന് നോക്കണം. എന്ത് നോക്കിട്ടെന്താ? പറയണ ഗുളിക സമയത്ത് കഴിക്കില്ലല്ലോ. നിനക്ക് ഇന്നും വൈകി കേട്ടോ. മതി, ബാക്കി ഞാൻ എന്താച്ചാ വെക്കോ വേവിക്കോ ചെയ്യാം. ചോറായി, കറി ഇപ്പൊ തന്നെ ആവും. അമ്മ പോയി കിടന്നോളൂ. തലച്ചുറ്റലും കൊണ്ട് അടുക്കള തിരിയണ്ട. ഞാൻ കൂടണോ കുട്ടാ? എന്റെ അമ്മേ, ഇതെന്താപ്പത്? ഈ വേഷങ്ങളെ സ്ഥിരാക്കിയോ? പഴനി പഴനി, ഹരഹരോ ഹരഹര. എന്റെ ഹരിഹരൻ എങ്ങോട്ട് പോയേ? ഹരഹരോ ഹരഹര. ഉച്ചത്തേക്കുള്ള ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. സമയത്തിനൂടെ ഉണ്ടാവണം, കഴിക്കാൻ വേണം. ദാ വരണു. എടി ഭദ്രേ, ഒരു 500 രൂപ എടുത്തേ. എന്റെ നോണ പറയേണ്ട കാലത്തെ ഇങ്ങെടുക്ക്, ഞാനങ്ങ് തരാം. ഓ, തന്നെ. ആകെയുള്ള പൈസ പലചരക്കടയിൽ കഴിഞ്ഞ മാസം നിർത്തിയത് കൊടുക്കാനുണ്ട്. അത് ഞാൻ കൊടുത്തോളാം. നീ വെറുതെ സമയം കളയല്ലേ, തൃശ്ശൂർ എത്താനുള്ള. ഒരു വഴിക്ക് പോകുമ്പോ കീശയെ കാശില്ലാതെ എങ്ങനെയാ? ഇങ്ങോട്ട് എടുക്കടി. ഇങ്ങനെ വെന്ത് ചീഞ്ഞാ തിന്നാൻ കൊള്ളുവോ? വേറെ ഉണ്ടാക്കാം.
ഹരഹരോ ഹരഹര ഹരഹരോ. എന്റെ ഈശ്വര, എന്താ ചെറിയമ്മ കാണിച്ചേ? എന്താ? ആ ചോറിന്റെ കാലം എടുത്ത് കിണറ്റിലിട്ടു. എനിക്ക് വയ്യ എന്റെ തേവരെ. അത് വെന്ത് ചീഞ്ഞു പോയി ഹരഹരോ. വേറെ നല്ല ചോറ് ഞാൻ ഉണ്ടാക്കി തരാം ഹരഹരോ. പൊയ്ക്കാന്റെ അമ്മിന്ന് ഇല്ലെങ്കിൽ ചൂലെടുത്ത് മയക്കും. ഹരഹരോ ഹരഹര ഹരഹരോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ പോകാൻ നോക്കൂട്ടിയെ, പട്ടിണി കിടക്കട്ടെ എല്ലാണോ. എടി നീ എന്തെങ്കിലും ഒന്ന് പറ. എന്തെങ്കിലും പറയണോ? പിന്നല്ലാതെ ബസ്സിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ വീട്ടിലെത്തുമായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാനല്ലേ ഞാൻ ഈ നടപ്പ് നടക്കണേ. പറയടി, എന്തെങ്കിലും പറ. എന്തെങ്കിലും പറഞ്ഞാ മതിയെങ്കിൽ പറയാം. പൊടി പട്ടി. പെണ്ണെ ഒന്നങ്ങ് തരിഞ്ഞ. എടി, നിനക്ക് ആ ഡോക്ടറെ ഇഷ്ടമല്ലേ? അതെ, എനിക്ക് ഡോക്ടർ അരുണിനെ ഇഷ്ടമാണ്, ഫാർമസിസ്റ്റ് വാസുവേട്ടനെ ഇഷ്ടമാണ്, പിന്നെ നിന്നെ ഇഷ്ടമാണ്, ശാരദയുടെ ഇഷ്ടമാണ്. ഈ കഴുതെ കൊണ്ട് ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്നോ? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോടി ഈ ഉണ്ടത്തലയ്ക്കുള്ളില്? ഉണ്ട്, ആരോഗ്യമന്ത്രി പി ശങ്കരൻ സർ. അങ്ങനെ കല്യാണം കഴിച്ച വലിയ കുട്ടികളൊക്കെ ഉള്ള ആളാ. അതിനെന്താ? അയ്യേ, എന്താടി ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സ്റ്റാഫിന്റെ തടഞ്ഞു വെച്ച ഇൻക്രിമെന്റ് പാസ്സാക്കാൻ അദ്ദേഹം വിചാരിച്ചാലേ കഴിയൂ. അത് പാസ്സായാലേ എന്റെ തൽക്കാലത്തെ പ്രശ്നങ്ങൾ തീരും. അപ്പൊ പിന്നെ ഞാൻ വേറെ ആരെയടി ഇഷ്ടപ്പെടേണ്ടത്? എന്റെ അമ്മ പറയാറുണ്ട്, നല്ലത് നായ്ക്കറിയില്ല. ആണോ? മോളെ കുറിച്ച് അമ്മയ്ക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട് എന്തായാലും. എന്റെ അമ്മേ, എന്താ എന്താ പ്രശ്നം? ഇത്ര ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ തടി കുറയ്ക്കാനുള്ള ഓട്ടോ ആണെങ്കിൽ വാഹനങ്ങൾ ഇല്ലാത്ത വഴികളാവും നന്നാവുക. അമ്മേ, ഇതാണ് ഭദ്ര. ചേടാ, ഇതെങ്ങനെ? നിന്റെ മുഖത്തുണ്ടല്ലോ ഒരു എളിപ്പിയ ചിരി. അല്ല, ഇത് എവിടുന്ന ഓടി വരണേ? വല്ല പട്ടിയും കടിക്കാൻ വന്നോ? പട്ടിയല്ല, എരുമ. എരുമ കടിക്കാനോ? ബാ കേറ്, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ പൊയ്ക്കോളാം. അമ്മ വിളിക്കാഞ്ഞിട്ടായിരിക്കും. നീ വിളിച്ചു കഴിഞ്ഞില്ലേ ആദ്യം? വാ മോളെ. അയ്യോ വേണ്ടമ്മേ. അയ്യോ, ആരാ അത്? ഭ്രാന്ത, കല്ലൊക്കെ എടുത്തെറിയ. ഞങ്ങള് വന്ന് രക്ഷയായെന്ന് പറ. കേറാലോ? കേറിക്കോ കേറിക്കോ. മനുഷ്യന്റെ പിത്തളക്കിയാലോ ഓരും പട്ടോള്. താമസിക്കാൻ നല്ലൊരു വാടക വീട് കിട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടാവുന്ന ഉറപ്പാ. അരുൺ ഫോണിൽ പറഞ്ഞപ്പോ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. നല്ല വീട്, നല്ല നാട്. എന്റെയും ദേവിയുടെയും ഒക്കെ നാട് മഞ്ചേശ്വരത്താ, എക്സ്ട്രീം നോർത്ത്. വന്നിട്ടുണ്ടോ ആ വഴിയൊക്കെ? ഇല്ല. ഇരിക്കൂട്ടി. കാപ്പിയാണോ ചായയാണോ ഇഷ്ടമെന്ന് ദേവി ചോദിച്ചത് ഞാൻ കേട്ടില്ല. അയ്യോ സോറി, കാപ്പിയാണ്. ഇഷ്ടാവോ? മതി, എന്തും ഇഷ്ടാണ്. ഗുഡ്. ഞാനും അതെ. ഒരിക്കലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആതിഥേയരുടെ മുന്നിൽ പ്രകടിപ്പിക്കില്ല. അവർ തരുന്നത് എന്തായാലും സ്വീകരിക്കും. ബാബുജിക്ക് നല്ലൊരു ലിസണറിനെ കിട്ടിയിട്ടുണ്ട്. നന്നായി. ബാബുജിക്ക് ഒരാളെ ഇഷ്ടായി എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇതെന്താ ഇവർ രണ്ടുപേരും എന്നെ ഒരേ പേര് വിളിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും. ഭാമ. ബാബു ഭദ്ര, നോട്ട് ബാമ. ഓ, ഭാമ എന്റെ. യെസ്, ജയന്തി പറഞ്ഞു. സിസ്റ്റർ അമ്മേ. ആ കുട്ടി മെഡിസിൻ പഠിക്കുക. ഐ തിങ്ക് ഷീ ഈസ് ഡൂയിങ് ഹർ ഹൗസ് സർജൻസി. ഓ, അതെ. നീ ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? അതിപ്പോ ഒന്നും പറയാറുമില്ല, ഒന്നും കേൾക്കാൻ നിൽക്കാറുമില്ല. ഇന്നറിയാതെ കാറി കയറി പോയതല്ലേ ആ ഭ്രാന്തി കാരണം. ഞാൻ ആ പേരിൽ നിന്ന് തുടങ്ങാം. എന്റെ പേര് മുസാഫിർ ബാബു. അരുണിന്റെ അമ്മയുടെ പേര് ദേവി. കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടല്ലോ. ഞങ്ങൾ രണ്ട് മനുഷ്യർ മാത്രമാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ, ഓർ ഒരു സ്ത്രീയും പുരുഷനുമാണെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. മോൻ ജനിച്ചപ്പോ അവൻ ഞങ്ങളെ എന്ത് വിളിക്കണമെന്ന് ഒരു ധാരണയില്ലായിരുന്നു. അമ്മയെന്ന വാക്ക് ഉറച്ചു തുടങ്ങിയപ്പോ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാവണം. ബാപ്പയ്ക്കും അച്ഛനും പകരം ബാബുജിന്ന് വിളിച്ചു തുടങ്ങി. തെരഞ്ഞെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഇപ്പോഴും ഞങ്ങൾ ഇവന് കൊടുക്കാറുണ്ട്. എന്ത് കാര്യത്തിലും ഞങ്ങൾക്കിവനെ വിശ്വാസമാണ്. ഇവന് തെറ്റുപറ്റില്ല എന്നുള്ള വിശ്വാസം. ഇത്രയൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളൂ.
ഈ വീടിന്റെ സ്വന്തം ആവാൻ ഞങ്ങൾ ക്ഷണിച്ചാൽ വരില്ല ഇയാള്? അരുൺ, അരുൺ, നിന്റെ അമ്മ ധൃതി കൂട്ടുന്നു. അധികമൊന്നും കാത്തിരിക്കാൻ വയ്യ അവൾക്കെന്ന്. ഭാഗ്യവാനാ നീ. നല്ല മോള അവള്.